മിനർവ അക്കാദമിയിൽ 3-ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ ലാബ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ (CSSD), റേഡിയോളജി ടെക്നോളജി, ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സുകളും ആരംഭിക്കുന്നു. മിനർവ അക്കാദമി. കോൺടാക്ട് നമ്പർ 9995373833 അല്ലെങ്കിൽ 9895841933. മിനർവ അക്കാദമി, സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ്. സ്വന്തം ഭവനം കഴിഞ്ഞാൽ പിന്നെ നാം ചേർത്ത് പിടിക്കേണ്ടത് കൃഷിഭവനുകളാണെന്ന് കൃഷിവകുപ്പ് മന്ത്രി P. പ്രസാദ് അഭിപ്രായപ്പെട്ടു. നബാർഡിന്റെ സഹായത്തോടെ 2 കോടി രൂപ ചെലവിൽ കുമരനെല്ലൂരിൽ പുതിയതായി നിർമ്മിച്ച സ്മാർട്ട് കൃഷിഭവൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉദ്ഘാടനം നിർവഹിക്കുന്നതായി ഒരു 30 കൊല്ലം മുമ്പാണ് ശ്രീ V. രാഘവൻ കൃഷി ഓഫീസുകളെ മാറ്റിത്തീർത്തു. അങ്ങനെയാണ് ഈ പേരും വന്നത്. സാധാരണ വീടുകൾക്കാണ് പേരിടുന്നത്. ഓരോ പേരുകളൊക്കെ വെച്ചിട്ട് ഭവനം എന്നൊക്കെ പറഞ്ഞ് പേരിടുന്നു. കർഷകർക്ക് അവരുടെ വീട് കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു വീടായി കൃഷിയുമായി ബന്ധപ്പെട്ട ഓഫീസ് മാറണം. ഇതായിരുന്നു V. രാഘവൻ്റെ ആശയം. അദ്ദേഹം ലക്ഷ്യം വെച്ചത്. അങ്ങനെയാണ് അതിമനോഹരമായ ഒരു പേരിലേക്ക് കേരളം എത്തിയത്, കൃഷിഭവൻ. കാലം കുറേ കഴിഞ്ഞു, വർഷം 30-ലധികമായി. പുതിയ കാലത്തിൻ്റെയും പുതിയ രീതിക്കും അനുസരിച്ച് കൃഷിഭവനുകളിൽ മാറ്റം വരണം. ആ മാറ്റം വരണമെങ്കിൽ കേരളത്തിൽ 1076 കൃഷിഭവൻ. കമ്പ്യൂട്ടർവൽക്കരണത്തോടെയല്ല കൃഷിഭവൻ സ്മാർട്ടാകുന്നത്. കൃഷി ഉദ്യോഗസ്ഥർ കർഷകർക്ക് കൃഷിയിടങ്ങളിലെത്തി നൽകുന്ന സേവനങ്ങളാണ് സ്മാർട്ട് കൃഷിഭവനിലൂടെ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ 30 വർഷം മുൻപ് V. രാഘവനാണ് കൃഷിഭവൻ എന്ന ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു. സേവ്യർ ചിറ്റലപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. താമസിക്കുന്നതും ഞാൻ മെമ്പറായിരുന്നതും ഒക്കെയായ സ്ഥലമായതുകൊണ്ട് കൃത്യമായി നമുക്ക് ആ കൃഷിഭവന്റെ അവസ്ഥ അറിയാമായിരുന്നു. ആ കൃഷിഭവനാണ് കഴിഞ്ഞ ഒരു 2-3 കൊല്ലം കൊണ്ട് നമുക്കിങ്ങനെ മാറ്റിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പോൾ അതിന് ഈ മുനിസിപ്പാലിറ്റിയുടെ ഹൃദയഭാഗത്തുള്ള ഈ കൃഷിഭവനെ തെരഞ്ഞെടുത്തു എന്നത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാവർക്കും വേണ്ടി നന്ദി രേഖപ്പെടുത്തിയത്. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, ജില്ലാ കൃഷി ഓഫീസർ EF നിംബ ഫ്രാങ്കോ, നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, സ്ഥിരസമിതി അധ്യക്ഷൻ MR അനൂപ് കിഷോർ, കൗൺസിലർ PN വൈശാഖ്, കൃഷി ഓഫീസർ AN ദീപൻ തുടങ്ങിയവർ സംസാരിച്ചു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.